ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. റേഷൻ കാർഡുള്ള എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. പല ആളുകൾക്കും ഈ ഒരു 1000 രൂപ ധനസഹായം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേറെ ആളുകൾക്ക് ഇനി ധനസഹായം ലഭിക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അർഹരായിട്ടുള്ള ആളുകളുടെ അപേക്ഷ അല്ലെങ്കിൽ പരാതി ഇമെയിൽ വഴിയാണ് സ്വീകരിക്കുന്നത്. ഇമെയിൽ അയച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപേക്ഷ അല്ലെങ്കിൽ പരാതി അയക്കേണ്ടത്. ഓക്കെ, ഇത് ആർക്കൊക്കെ ലഭിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ, ഇവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല. ഇതല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതിന് അപേക്ഷിക്കുക. ഓക്കെ, അർഹരായിട്ടും ഈ ഒരു ക്യാഷ് ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് ഇമെയിലിലോട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഇമെയിൽ ID നമ്മൾ നൽകുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലും നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് അക്ഷയ അല്ലെങ്കിൽ CSC അതുപോലെ തന്നെ മറ്റു ജനസേവാ കേന്ദ്രങ്ങൾ വഴി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പുറത്തു പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ അയക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ റേഷൻ കാർഡിൻ്റെ ഫോട്ടോ, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ അയക്കണം. അതുപോലെ തന്നെ മുതിർന്ന വ്യക്തികളുടെ ആധാർ കാർഡ് വിവരങ്ങൾ, അതായത് ആധാർ കാർഡ്, അവരുടെ പേര്, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ നൽകുക. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു പരാതി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്ന പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഇന്ന മുനിസിപ്പാലിറ്റിയിലാണ്, അവിടെയുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം 1000 രൂപയുടെ ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി എഴുതിയിട്ട് ആ ഒരു പരാതി എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇനി പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. ഇപ്പോൾ അറിഞ്ഞിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് ജൂൺ 15 വരെയാണ് ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിലായിട്ട് കഴിയുന്നവർ ഇന്ന് തന്നെ ചെയ്യുക. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, പല ആളുകളും ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സിറ്റുവേഷനിൽ തങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കില്ല, അതായത് റേഷൻ കാർഡിലുള്ള അഡ്രസ്സിലല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, അവരുടെ ഈ ഒരു 1000 രൂപ അവരുടെ റേഷൻ കാർഡിലുള്ള അഡ്രസ്സിലോട്ടായിരിക്കും വരിക. അപ്പോൾ അത്തരത്തിൽ വീട്ടിലില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ വീട്ടിലോട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സ്വന്തം വീട്ടിലില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അവരുടെ അടുത്തുള്ള സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യം അവരുമായിട്ട് സൂചിപ്പിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വീട്ടിലില്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സഹകരണ ജീവനക്കാരെ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ വിളിച്ചിട്ട് അവിടുത്തെ ജീവനക്കാരുമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു അപേക്ഷ നമ്മൾ മുന്നേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞിരുന്നു. BPL കാർഡുള്ള ആളുകൾക്ക്, അതായത് പിങ്ക്, മഞ്ഞ കാർഡുള്ള ആളുകൾക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുള്ളവർ ക്യാഷ് കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കണം. അതിൻ്റെ ഒരു ഫയൽ കൂടെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും
ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.